ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എങ്ങനെ ചെയ്യാറുണ്ടോ? അവിടെയാ ചോദ്യം. വീട്ടിൽ വന്നിട്ട് ഉസ്താദിൻ്റെ അടുക്ക വന്നിട്ട് പറയും, തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, തങ്ങളെ ദുആ ചെയ്യണം, ആകെ പ്രയാസമാ, ബിസിനസ് മൊത്തവും പോയി, കച്ചവടം മുഴുവനും തകർന്നു, ലക്ഷങ്ങളുടെ കടമ, വീട് വെച്ചിട്ട് സമാധാനമില്ല, അടിയും വഴക്കുമാ, ബഹളമാ, പ്രശ്നമാ, കുടുംബജീവിതം, കല്യാണം കഴിച്ചിട്ട് പെണ്ണും പിള്ള അങ്ങനെ, ഭർത്താവ് ഇങ്ങനെ, പടച്ചവനെ മക്കളെ കിട്ടിയിട്ട് മക്കൾ കാരണം കണ്ണുനീര് കുടിയാ, എന്തു നോക്കിയാലും പ്രശ്നങ്ങൾ. അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. എടോ, ഇന്ന് ഈ ഇരിക്കണ ഓരോരുത്തരും വഴുത് കേൾക്കാനാണോ വന്നേ? അല്ല. ഇരിക്കണ നമ്മളെല്ലാവരും വഴുത് കേൾക്കാനല്ല വന്നത്. ഈ മജ്‌ലിസിലിരിക്കുന്ന ഓരോ മനുഷ്യനും പറയാൻ നൂറുകണക്കിന് പ്രയാസങ്ങളുണ്ട്, നൂറുകണക്കിന് പ്രയാസങ്ങൾ. ചിരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനയെക്കുറിച്ച് നമ്മൾ പുറത്തു പറയുന്നില്ല. കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുകയാ, സമാധാനമില്ല. ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു കിട്ടാക്കനിയാണ് സമാധാനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം തിരയുന്നത് സമാധാനം എവിടെ നിന്ന് കിട്ടുമെന്ന. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ സമാധാനമല്ല. അധികാരം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? ആൾബലം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? സൗന്ദര്യം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? കുടുംബ മഹിമ കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നല്ല സമാധാനം. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സമാധാനം കിട്ടാനുള്ള വഴി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനോഹരമായ വീടുകളാണ് റോഡിന്റെ രണ്ടു ഭാഗത്തും. ഈ കാണുന്ന നിങ്ങളുടെ ഈ ചെറിയ നാട് റോഡിലൂടെ വരുമ്പോൾ രണ്ടു ഭാഗത്തും ലക്ഷങ്ങൾ ചെലവഴിച്ചു പണിത വീടുകൾ. ഏറ്റവും കൂടിയ വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന്, ഫർണിച്ചറുകൾ കൊണ്ടുവന്ന്, ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് മനോഹരമായ രീതിയിൽ കൊട്ടാരം പോലെയുള്ള വീട് പണിത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബെഡ്റൂം കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പോലും തോറ്റുപോകുന്ന രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സഖന. വീട് സമാധാനം തരുന്ന ഒരിടമാ, വീട് സമാധാനം തരുന്ന ഒരിടമ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്. കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ അകത്ത് സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞതെന്താ? വീട് സമാധാനം തരുമെന്ന. വീട് സമാധാനം തരുമെന്ന. ഊട്ടിയാണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും എവിടെ കറങ്ങാൻ പോയാലും എവിടെ പോയാലും നമ്മൾ എന്തു പറയും? പടച്ചവനെ വീട്ടിലൊന്ന് തിരിച്ചെത്തിയിരുന്നെങ്കിൽ സന്തോഷമായേനെ. നമ്മളെവിടെ പോയാലും അവസാനം എന്തു പറയും? നമ്മുടെ വീട്ടിലൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം. അപ്പൊ ഖുർആൻ പറഞ്ഞു, വീട് സമാധാനം തരുന്ന ഇടമ. കിട്ടുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ ആലോചിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും, കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യവാ, നെഞ്ചത്ത് കുത്തുന്ന ചോദ്യവാ. വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പറയണത്? പടച്ചോനെ ഉസ്താദെ, എന്ന് കല്യാണം കഴിച്ചോ അന്നത്തോടുകൂടി ആ സമാധാനം ജീവിതത്തിൽ നിന്ന് പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ട് സമാധാനം ഉണ്ടോ? പറയടോ, ഉണ്ടോ? അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല. ചിലരൊക്കെ കൈ പൊങ്ങണില്ല. അണ്ണാ രംഗം ഓർക്കാം. പൊക്കുവാപ്പ. വിവാഹം കഴിച്ച് രണ്ടാമതിന് പെണ്ണ് കെട്ടിക്കാനാണോ എന്നാ? അല്ല, നീ എന്ത് കെട്ടാനാ ഈ പ്രായത്തില്? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ, ഇവിടെ കല്യാണം കഴിച്ച, വിവാഹം കഴിച്ച നിന്റെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈ പൊക്കിക്കേ. നേരത്തെ പൊക്കിയ പല കൈ ഇപ്പൊ പൊങ്ങിയെന്നറിയണ്ട. അതാ ഞാൻ പറഞ്ഞേ. പലരും കൈ പൊക്കണില്ല. കാരണം എന്തേ? ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലുണ്ടോന്നാ ചോദിക്കണേ. സ്റ്റേജിലിരുന്ന് ആരും പൊക്കിയില്ലയോ? ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും, എന്തേ പൊക്കാഞ്ഞെന്ന്. അള്ളാഹു ഈമാൻ നൽകും. തങ്ങളെ വിട്ടാൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ 2 ഞാൻ എന്താ പറഞ്ഞ, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. ഉണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3 ഖുർആൻ പറയുകയാ, മക്കളുടെ മുഖത്ത് നോക്കിയാ സന്തോഷമുണ്ടാകും, സമാധാനം. മക്കളുടെ മുഖത്ത് നോക്കിയാ സമാധാനം കിട്ടും. നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയാ ഉള്ള സമാധാനം പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ?
എടാ, സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കുമ്പോ അന്യവന്റെ ഒരു കുട്ടിയെ കണ്ട ചെള്ളയെ പിടിക്കുക, കവളി പിടിക്കും, മോനെ സുഖമാണോടാ, എന്തൊരു ചിരി കളി. വല്ലവന്റെ മക്കളെ കണ്ട, സ്വന്തം മക്കളെ കണ്ട എങ്ങനെ സമാധാനം കിട്ടാനാ? പടച്ചവനെ തലയിൽ കുരുവിക്ക് കൂടുവെച്ചതുപോലെ കുറച്ച് മുടി, പിന്നെ കഴുത്തിലും കയ്യിലും ചരടും, അതുപോലെ തന്നെ കുറെ തൊടലും, പിന്നെ ഒരു കീറിയ പാൻറ്റും. അള്ളാഹു ആയാലും അവന്റെ കോലം കണ്ടാൽ തന്നെ അള്ളാഹുവേ നമ്മളെ പടച്ചവൻ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊരു സങ്കടം എന്നറിയോ? സ്വന്തം മകന് പണ്ട് ആ പോകുന്ന കുട്ടി ഇന്ന അബൂബക്കർ ഹാജിയുടെ മകനാ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനാ അന്തസ്സോടെ പറയാൻ ധൈര്യം. ഇന്നോ ഹാജിയാരുടെ മോന്റെ കോലം കണ്ടോടാ പടച്ചവനെ. പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട്, പണ്ട് പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് കാരണവന്മാര് പറയും അത് അബൂബക്കറിന്റെ മകനാ, അൽഹംദുലില്ലാ നല്ലവൻ, 5 നേരം നിസ്കാരെല്ലാം. ഇന്ന് ചോദിക്കുന്നത് ആരടാ? അബൂബക്കറിന്റെ മോനോ? എന്താ ഇങ്ങനെ നടക്കണേ? എന്താ ഇങ്ങനെ നടക്കണേ? വാപ്പാനോട് പണ്ടുള്ളവർ പറയും ഇവൻ എൻ്റെ മകനാണ് എന്ന്. വാപ്പയും ഉമ്മയും അഭിമാനത്തോടെ പറയും ഇവൻ എൻ്റെ മകനാ, ഇവൻ എൻ്റെ മകളാ. ഇന്ന് വാപ്പായ്ക്ക് തന്നെ പറയാൻ പേടിയ, കാരണം അങ്ങനത്തെ കോലത്തിലാണ് മക്കൾ നടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെയൊക്കെ വിഷയം ഞാൻ പറഞ്ഞു വന്നത്, ഏത് കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലും ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഞാൻ പറഞ്ഞതല്ല, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മുന്നിൽ ബറക്കത്തുണ്ടാകുന്ന. ഉസ്താദെ, എനിക്ക് കച്ചവടം, കട തുടങ്ങി ബറക്കത്തില്ല, വീട് കെട്ടി ബറക്കത്തില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എങ്ങനെ ഉണ്ടാകാനാ? തുടക്കം തന്നെ പിഴച്ചില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് നബിയേ, ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി വന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, വീട് കെട്ടാൻ തീരുമാനിക്കുന്നവന്, കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നവന്, പെണ്ണ് കാണാൻ തീരുമാനമെടുക്കുന്നവന്, മോനെ, ഏത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നതിൽ പടച്ച റബ്ബിന്റെ സഹായം വേണോ? അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ? നിന്റെ കച്ചവടത്തില് ബർക്കത്ത് വേണോ? നിന്റെ സമ്പത്തില് ബർക്കത്ത് വേണോ? നിന്റെ കുടുംബ ജീവിതത്തില് ബർക്കത്ത് വേണോ? നിന്റെ മക്കളിൽ ബർക്കത്ത് വേണോ? നിന്റെ ഭക്ഷണത്തില് ബർക്കത്ത് വേണോ? നിന്റെ ആയുസ്സില് ബർക്കത്ത് വേണോ? അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നിനക്ക് ബർക്കത്ത് വേണോ? ഇതൊക്കെ നിലനിൽക്കണോ? നിനക്ക് സമാധാനം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി, സ്വഹാബാ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നീ ദുആ ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പടച്ചവനെ, 2 റക്അത്ത് നമസ്കരിക്കാരാ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യ്, എന്നിട്ട് വേണം നീ അതിനു വേണ്ടി ഇറങ്ങേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യം 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് അള്ളാന്റെ കയ്യിൽ ഏൽപ്പിക്ക്. പടച്ചവനെ, കച്ചവടത്തിന് ഇറങ്ങുകയാ, യാത്രയ്ക്ക് ഇറങ്ങുകയാ, പെണ്ണ് കാണാൻ ഇറങ്ങുകയാ, വീട് വെക്കാൻ ഇറങ്ങുകയാ, എക്സാമിന് വേണ്ടി ഇറങ്ങുകയാ, ജോലിക്ക് വേണ്ടി പോകുകയാ. അള്ളാഹുവേ, ഖൈറും ഷർറും നിനക്കറിയാം, അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ടോ, ദുആ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടൊക്കെയാണ് ഹജ്ജിന് പോകുന്നവർ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് പോകുന്നത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ, ഏതൊരു കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് യാത്ര
യാത്ര എന്ന് പറയുന്നത് എന്തെന്നറിയുവോ? അതൊരു ശിക്ഷയാണെന്ന് നബിയുന റസൂലുള്ളാഹി. യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു അദാബ, അതൊരു ശിക്ഷയാ, അല്ലാതെ കറക്കമല്ലടോ. ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയാ. അതുകൊണ്ടാണ് യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടല്ലോ, യാത്രക്കാരന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അത്രയും കഷ്ടപ്പാടാ യാത്ര എന്ന് പറയുന്നത്. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് 8:30 ഇറങ്ങി 6:30 വരെ യാത്ര ചെയ്തു. പടച്ചോനെ, ഇനി ഇന്ന് രാത്രി വയത് കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചു പോകണം. എന്തൊരു ബുദ്ധിമുട്ടാ ശരീരത്തിന്റെ. പിന്നെ ആകെ ഒരു സമാധാനം, അൽഹംദുലില്ലാ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ബിന്നിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന റബ്ബിനെ കുടുംബത്തെ ഏൽപ്പിച്ച് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങണം. അപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എനിക്ക് നീ വഴി കാണിച്ചു തരണം, എനിക്ക് ശരിയായ മാർഗം നീ കാണിച്ചു തരണം. എനിക്കറിയാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ പോകുകയാ, എന്നെ നീ സഹായിക്കണേ എന്ന് ആദ്യം ദുആ ചെയ്ത് റബ്ബിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടങ്ങനാണ്. ഏത് വിഷയമുണ്ടെങ്കിലും ഏത് കാര്യമുണ്ടെങ്കിലും നിസ്കരിച്ച് ദുആ ചെയ്തിട്ടാ പോക. കച്ചവടമാണെങ്കിലും, ഈ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, കച്ചവടമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നിസ്കരിച്ചിട്ടാ പോകാറ്. അതുപോലൊരു കാര്യമാണ് സദക്കം കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ സദക്ക കൊടുക്കും. പണ്ടൊരുന്നുണ്ട്, വീട്ടിൽ ആദ്യം ഒരു തെങ്ങ് വെച്ചു, വീട്ടിലൊരു തെങ്ങ് വെച്ചു, തേങ്ങ കളിച്ചാൽ ആദ്യത്തെ തേങ്ങ പള്ളിക്കുള്ളതാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കോഴിയെ വെച്ച് വിരിച്ചാൽ ഒരു കോഴി പള്ളിക്കുള്ളതാ. ഇന്നൊക്കെ ഉണ്ടോ? ഇന്ന് അതിനെ കൂടെ വെട്ടി നമ്മൾ തിന്നും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ഇതൊക്കെ കൊടുക്കണത്? പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, കാരണം അതിലൊക്കെയായിരുന്നു ബർക്കത്ത്. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം, ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒന്നാമതായി ഖുർആൻ പറയുന്നു, വലമ്മാ തവജ്ജഹ തിൽഖാ മദിയൻ ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാ അസ്സബീൽ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങള്, ഇനിയുള്ള കാര്യങ്ങളിലുമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയണം. നിങ്ങൾ എന്തിനിറങ്ങിയാലും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്, അല്ലാതെ നിന്റെ മക്കളുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ മക്കളുടെ കഴിവ് കൊണ്ടല്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ കയ്യിൽ നിന്റെ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ട് നീ പോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഇവിടെന്ന് പറയുകയാ, വലമ്മാ വറദ മാഅ മദിയൻ വജദ അലൈഹി ഉമ്മത്തും മിനന്നാസ് യസ്കൂന വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ ഖാല മാ ഖതബുകുമാ ഖാലതാ ലാ നസ്കീ ഹത്താ യുസ്തിറ الرعاء وأبونا شيخنا كبير. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീനയിലെ ജനാസയത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം അതാ ഒരാഴ്ചയോളം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. ഒരാഴ്ചയോളം അവിടെ നിന്ന് കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ട് യാത്രയിലെ ദുരിതങ്ങൾ മുഴുവനും സഹിക്കാൻ കഴിയാതെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു ചെല്ലുമ്പോ അതാ ഒരു ജലാശയം കാണുകയാണ്, ഒരു ജലാശയം കാണുകയാണ്. പടച്ചവനെ, ആടുകളുമായിട്ട് ജനങ്ങളെ കടന്നു വന്നിട്ട്, ആടുകളുമായി കടന്നു വന്ന് ജനങ്ങൾ അവരുടെ ആടുകൾക്ക് കൊടുക്കുവാനുള്ള വെള്ളം ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ തിരക്ക് കൂട്ടുകയാണ്. എല്ലാവരും വെള്ളം കോരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്നൊരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, രണ്ട് പെൺകുട്ടികൾ ആട്ടും കൂട്ടവുമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ,
അവരവരുടെ ആടുകളുമായിട്ട് അവിടെ നിന്നിങ്ങനെ മാറി നിൽക്കുകയാണ്. അവർ തിരക്ക് കൂട്ടുന്നില്ല, അവര് വെള്ളം കോരാ പോകുന്നില്ല. പടച്ചവനെ, അവരിങ്ങനെ മാറി നിൽക്കുകയാണ്. അവരൊറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ രംഗം കണ്ടപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാ പോകാത്തത്? എല്ലാവരും കോരിക്കൊണ്ട് പോകുന്നല്ലോ, എല്ലാവരും വെള്ളമെടുത്തുകൊണ്ട് പോകുകയാണല്ലോ. രണ്ട് പെൺകുട്ടികളായ നിങ്ങൾ മാത്രം എന്തിനാണ് മാറി നിൽക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞത് എന്തെന്നറിയോ? ഇവര് മാറാതെ ഞങ്ങൾക്ക് അവിടെ പോയി വെള്ളമെടുക്കാൻ കഴിയില്ല, ഇവര് മാറാതെ ഞങ്ങൾക്ക് അവിടെ പോയി വെള്ളമെടുക്കാൻ കഴിയില്ല. എന്നിട്ട് അവര് പറയുകയാ, ഞങ്ങളുടെ പിതാവാകട്ടെ ഒരു പ്രായം ചെന്ന മനുഷ്യനാ. ആ രണ്ട് പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങളുടെ പിതാവാണെങ്കിൽ ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കാണുകയാണ്. രണ്ട് പെൺകുട്ടികൾ മാത്രം അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു. മറ്റുള്ളവർ മുഴുവനും, ആരോഗ്യമുള്ളവർ മുഴുവനും പടച്ചവനെ തിക്കും തിരക്കും കൂട്ടി വെള്ളം അവരുടെ ആടുകൾക്ക് കൊടുക്കുകയും ശേഖരിക്കുകയും ചെയ്യുകയാണ്. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല? ആ സമയത്ത് ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് പ്രായം ചെന്ന ഒരു പിതാവേ ഉള്ളൂ, ഞങ്ങൾ അതിന്റെ ഇടയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും മാറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ വെള്ളം കോരാ പോകാതെ മാറി നിന്നത്? അവർക്ക് ലജ്ജയുണ്ടായിരുന്നു. ആണുങ്ങളുടെ ഇടയിലേക്ക് കയറി പോകാൻ അവർക്ക് ലജ്ജയുള്ള കാരണം അവര് രണ്ടുപേരും എല്ലാവരും പോകുന്നത് വരെ കാത്തു നിൽക്കുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വെള്ളം കോരി തരട്ടെ, നിങ്ങളുടെ ആടുകൾക്ക് വെള്ളം കോരി തരട്ടെ എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവരെ സഹായിക്കാ തയ്യാറാവുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനി ചരിത്രം പറയുമ്പോ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? സഹായത്തിന് ആവശ്യക്കാരായിരിക്കുന്നവരെ നമ്മളെ സഹായിക്കുന്നതിൽ നമ്മൾ ആവശ്യക്കാരായി നിൽക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അവരെ സഹായിക്കുന്നതിൽ ഒരു മുസ്ലിം ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. ഏത് പ്രയാസത്തിന്റെ സമയത്താണെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ടിന്റെ സമയത്താണെങ്കിലും പടച്ചവനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. സ്വന്തം പട്ടിണിയാണെങ്കിലും, പ്രയാസമാണെങ്കിലും, ദുരിതമാണെങ്കിലും, മൂസാ നബി അലൈഹിസ്സലാം ഒരാഴ്ചക്കാലം അവിടെ നിന്ന് നാട് വിട്ട് യാത്ര ചെയ്ത് ഒരാളും അറിയാത്ത നാട്ടിലേക്ക് മൂസാ നബി പ്രയാസപ്പെട്ടാണ് കടന്നു വരുന്നത്. യാത്രയുടെ ദുരിതങ്ങൾ മുഴുവനും അനുഭവിച്ച് കടന്നു വരുമ്പോഴാണ് തന്റെ കണ്ണിന്റെ മുന്നിൽ രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ വെള്ളം കോരാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരെ സഹായിക്കാൻ അവിടെ നിന്ന് തയ്യാറാവുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, പ്രയാസത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിക്കണേ. അങ്ങനെ സഹായിക്കുന്നവര് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എടോ, മറ്റൊരു പ്രയാസത്തിൽ കഴിയുന്ന ഒരു മനുഷ്യന് അതാ സഹായിക്കുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാണ് നബിയേ? ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, വയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്,
ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ആരാണ് അള്ളാഹുവിനെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ? ഏത് അമലാണ് നബിയേ? എന്ത് നന്മ ചെയ്യുന്നതാണ് നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത മറുപടി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്നറിയോ? ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കല, ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റല, അവന്റെ കടബാധ്യത തീർത്തു കൊടുക്കല, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു മുസ്ലിമിനെ സഹായിക്കുക, ഒരു പാവപ്പെട്ടവനെ സഹായിക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവന്റെ കടം മാറ്റുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രയാസത്തിൽ അനുഭവിക്കുന്നവനെ സഹായിക്കുക, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് നബിയിന റസൂലുള്ളാഹി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മാസക്കാലം ഒരാഴ്ചയോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു നാട്ടിൽ നിന്നൊരു മറ്റൊരു നാട്ടിലേക്ക് നാട് വിട്ടു വരുമ്പോ തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ സാധിക്കാതെ അവരുടെ ആടുകളുമായി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. എന്തേ നിങ്ങൾ പോകാത്തത്? ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിലേക്ക് പോകാൻ കഴിയില്ല. അവരെല്ലാവരും ഒഴിഞ്ഞു പോയതിനു ശേഷം വെള്ളം കോരാൻ നിൽക്കുകയാ. അപ്പം മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ഒരു പ്രായം ചെന്ന പിതാവ് മാത്രമേ ഉള്ളൂ. മൂസാ നബി അലൈഹിസ്സലാം താൻ അനുഭവിച്ച എല്ലാ വേദനകളും മാറ്റിവെച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇതായിരിക്കണം ഒരു മുസ്ലിം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതായിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. അൽഹംദുലില്ലാഹ്, എത്രയോ രോഗികൾ, യതീമീങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ, എത്രയോ പാവപ്പെട്ടവർ വീടിന്റെ മുന്നിൽ വരുന്നില്ലേ? കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരില്ലേ? ധരിക്കാൻ വസ്ത്രമില്ലാത്തവരല്ലേ? കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ പാവങ്ങൾ, ലക്ഷങ്ങളുടെ കടം വന്നിട്ട് രക്ഷപ്പെടാൻ വഴിയില്ലാതെ പ്രയാസപ്പെടുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോൺ എടുത്തിട്ട് വീട് ജപ്തിയുടെ വാതിൽ വന്ന് നിൽക്കുന്നവർ, ഇങ്ങനെ എത്രയോ പേര് ഓരോ ദിവസവും ഞാനും നിങ്ങളും കാണുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അതൊരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കേ അങ്ങനെ ഒരു മനസ്സുണ്ടാകൂ. കാരണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റ് കടന്നു വരും. ഒരാളുടെ മുന്നിലേക്ക് ആരെങ്കിലും കൈനീട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും സദഖ കൊടുക്കുന്നത് നമ്മുടെ കഴിവാണെന്നൊരിക്കലുമല്ല സഹോദര. ഒരു മനുഷ്യന് 1 രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. 70 ശൈത്താന്മാര് കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. ആ 70 ശൈത്താനെ പരാജയപ്പെടുത്തിയാലേ നിനക്ക് 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 രൂപ നമ്മൾ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണം എങ്കിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അള്ളാഹു മനസ്സു കൊടുത്തവർക്ക് മാത്രമേ ഇത് കഴിയൂ. പാവപ്പെട്ടവരെ സഹായിക്കുക, യതീമീങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, ഇങ്ങനെ സഹായിക്കാനുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.